എല്ലാവർക്കും നമസ്കാരം. +2 സയൻസ് പഠിച്ചതിന് ശേഷം മർച്ചൻ്റ് നേവിയിൽ ഓഫീസർ റാങ്കുകളിലേക്കുള്ള കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്ന IMU-CET എന്നൊരു എൻട്രൻസ് എക്സാം എഴുതി പാസ്സാവണം എന്നത് ഒരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ്. +2 കഴിഞ്ഞ് മർച്ചൻ്റ് നേവിയിൽ ഓഫീസർ റാങ്കുകളിലേക്കുള്ള കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് നവീൻ. എല്ലാവർക്കും സീമെൻസ് ഡയറിയിലേക്ക് സ്വാഗതം. +2 സയൻസ് പഠിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകളിൽ അഗ്രിഗേറ്റിൽ 60% മാർക്ക് വേണമെന്നും ഇംഗ്ലീഷിന് 50%-ൽ കുറയാതെ മാർക്ക് വേണം എന്നതുമാണ് ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ. കേരള സ്റ്റേറ്റ് ബോർഡ് പഠിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് +2-ന് കിട്ടുന്ന മാർക്ക് മാത്രമാണ് കൺസിഡർ ചെയ്യുക. +1-ഉം +2-ൻ്റെയും മാർക്ക് കൂട്ടിയിട്ടുള്ള മാർക്കല്ല നോക്കുന്നതെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. 2026-ൽ +2 എക്സാം എഴുതി റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഫൈനൽ സെലക്ഷൻ്റെ സമയത്ത് നിങ്ങൾ ഈ ഒരു മാർക്ക് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ മതിയാവുന്നതാണ്. 2026-ലെ IMU-CET എൻട്രൻസ് എക്സാം നടക്കുന്നത് മെയ് 24-ാം തീയതിയാണ്. ഏപ്രിൽ 24-ാം തീയതിയാണ് ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് 1200 രൂപയാണ്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ ലെവലിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷനാണ് IMU-CET. +2 സയൻസ് പഠിച്ചതിന് ശേഷം മർച്ചൻ്റ് നേവിയിൽ ഓഫീസർ ആവാൻ വേണ്ടി 3 കോഴ്സുകളാണുള്ളത്. ഒന്നാമത്തത് BSc നോട്ടിക്കൽ സയൻസ്, രണ്ടാമത്തത് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, മൂന്നാമത്തത് BTech ഇൻ മറൈൻ എഞ്ചിനീയറിംഗ്. ഈ 3 കോഴ്സുകളിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IMU-CET എൻട്രൻസ് എക്സാം എഴുതി ക്വാളിഫൈ ആകേണ്ടതാണ്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്ന ഈ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളിൽ അഡ്മിഷൻ ലഭിക്കുക. പക്ഷേ നിങ്ങൾ പ്രൈവറ്റ് ആയ ഒരു കോളേജിൽ നിന്നാണ് ഈ ഒരു കോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ കൂടി നിങ്ങൾ IMU-CET എൻട്രൻസ് എക്സാം എഴുതി ക്വാളിഫൈ ആയിട്ടുണ്ടാവണം എന്നത് ഒരു റിക്വയർമെൻ്റ് ആണ്. അതുകൊണ്ട് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ഗവൺമെൻറ് കോളേജുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമാണ് ഇത് എന്ന് ആരും വിചാരിക്കരുത്. പ്രൈവറ്റ് കോളേജിലാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതി ക്വാളിഫൈ ആവേണ്ടതാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള മർച്ചൻ്റ് നേവി എന്നൊരു ഇൻഡസ്ട്രിയിൽ ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റും അതേപോലെ തന്നെ നല്ല ഷിപ്പിംഗ് കമ്പനീസൊക്കെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് സ്പോൺസർഷിപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിനേക്കാളും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഈ ഒരു ഫീൽഡിൽ ഒരുപാട് അഡ്വാൻറ്റേജസുകൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. ഫിസിക്കലി ഫിറ്റും മെൻ്റലി സ്ട്രോങ്ങുമായിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എന്തായാലും ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മർച്ചൻ്റ് നേവിയെ കുറിച്ച് എല്ലാവർക്കും അറിയുമെങ്കിലും +2 സയൻസ് കഴിഞ്ഞ് മർച്ചൻ്റ് നേവിയിൽ ഓഫീസർ കോഴ്സുകളിലേക്ക് വരാൻ IMU-CET എൻട്രൻസ് എക്സാം എഴുതി പാസ്സാവണം എന്നുള്ള കാര്യം ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതുകൊണ്ട് +2 ക്ലിയർ ചെയ്ത് എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മർച്ചൻ്റ് നേവി ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷേ ഏറ്റവും നല്ല ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് വെക്കാൻ പറ്റുന്ന ഒന്നാണ് മർച്ചൻ്റ് നേവി. IMU-CET എൻട്രൻസ് എക്സാമിനെ കുറിച്ചും മർച്ചൻ്റ് നേവി കോഴ്സുകളെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.